ഗൈസ്, അപ്പോൾ ഫൈനലി സിഗ്മ സീരീസിന്റെ ഭാഗത്ത് നിന്ന് കോപ്സ് എന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊരു വെബ് സീരീസ് ആണെന്നാണ്. പക്ഷെ ഇതൊരു വെബ് സീരീസ് അല്ല, ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഒറ്റ എപ്പിസോഡ് കൊണ്ട് പരിപാടി തീർക്കും, അതാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ കുറേയധികം നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിഗ്മയുടേതായിട്ടൊരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിം പുറത്തു വരുന്നത്. പിന്നീട് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു ഷോർട്ട് ഫിലിം വെർട്ടിക്കലായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് സാധാരണ സീരീസുകൾക്ക് ഹൊറിസോണലായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് പകരം ഇത്തവണ ഒരു ഹൊറിസോണലായിട്ടാണ് ഇത്തവണ വെർട്ടിക്കലായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പേര് വരുന്നത് തന്നെ കോപ്സ് എന്നാണ്, അഥവാ പോലീസുകാർ എന്നാണ് ഈ ഒരു സീരീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേര് വരുന്നത്. നമുക്കതിൽ ഫോർമലായിട്ട് റിവ്യൂയിലേക്ക് തന്നെ കടക്കാം. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 9 മിനിറ്റും 9 സെക്കൻഡുമാണ് വരുന്നത്. ഒരുപാട് ഡ്യൂറേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, ചെറിയൊരു ഷോർട്ട് ഫിലിം. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ കഥാ സാഹചര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായിക ഒരു സ്മഗ്ലറാണ്. സ്മഗ്ലർ എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, പിള്ളേർക്കൊക്കെ എന്താ പറയുക, MDMA അതായത് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ ഒരു ദിവസം ഈ മെത്തൊക്കെ സപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേനെ എന്താ പറയുക പോലീസ് പിടിക്കുന്നു. അപ്പോൾ പിടിച്ചതിന് ശേഷം കേസിൽ നിന്ന് വെറുതെ വിടണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം നടക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതിനൊരു പ്ലോട്ടായിട്ട് പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ കഥാ സാഹചര്യമായിട്ട് പറഞ്ഞു പോകുന്നത്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞ് ചിലപ്പം സ്പോയിലറായി പോകാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. പിന്നെ ഡബിങ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ഒരുപാട് ഡയലോഗ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷേ വരുന്ന ഭാഗങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ലിപ്സിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. ആ ഭാഗത്തെ കുറ്റക്കുറവൊന്നും തന്നെ പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ കുറച്ചൊരു ഡ്യൂറേഷനൊക്കെ കൊടുക്കാമായിരുന്നു തോന്നി. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സംഭവങ്ങളെല്ലാം തന്നെ കാണിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഫുള്ള് എന്താ പറയുക ഒരു പുകമയാണ്, മനസ്സിലായില്ലേ? ഫുള്ള് ബ്ലറായിട്ടാണ് വന്നിരിക്കുന്നത്. പേടിക്കേണ്ട, അതിനൊരു ബ്ലർ അല്ലാത്തൊരു വേർഷൻ പിന്നീട് എപ്പോഴെങ്കിലും റിലീസ് ചെയ്യുന്നതാണ്. നേരത്തെ ബ്ലർ ചെയ്ത് റിലീസ് ചെയ്ത സംഭവങ്ങളൊക്കെ എന്താ പറയുക പിന്നീട് ബ്ലർ ഇല്ലാതെയൊക്കെ റിലീസ് ചെയ്തായിരുന്നു. മറ്റേ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന മറ്റേ സംഭവമില്ലേ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയൊക്കെ ഇടാറുണ്ടല്ലോ, ആ ഒരു സംഭവത്തിലാണ് ബ്ലർ ഇല്ലാത്ത രീതിയിലൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക വരാൻ പോകുന്ന വീഡിയോസ് വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. പിന്നെ റിയലായിട്ട് കുത്തിക്കയറുക അങ്ങനെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല, മനസ്സിലായല്ലോ. റിയലായിട്ട് കത്തിക്കൊണ്ട് കുത്തിക്കീറുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ആക്ഷൻസ് ഒക്കെ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ ബാക്കി സംഭവങ്ങളൊന്നും തിരക്കേടില്ലായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിഗ്മയുടെ ഇതിനു മുമ്പ് റിലീസായ സീരീസുകളൊക്കെ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒരു തവണ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റം ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇത് കൂടാതെ എന്താ പറയുക നീളനമ്പേരൊക്കെ ആയിട്ട് ഒരു ഒന്നൊന്നര ഐറ്റം റിലീസ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ ലിങ്ക്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ.